ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. യൗവനം വീണ്ടെടുക്കുന്നതിനും വയസ്സായി മോനെ ഇനി രക്ഷയില്ല, നമ്മുടെ സമയം കഴിഞ്ഞു, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ യൗവനത്തിൻ്റെ പ്രസരിപ്പ് വീണ്ടെടുക്കാൻ. നമുക്കറിയാം, പരുന്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സമാധിയിലിരുന്ന് യൗവനം അതിൻ്റെ കൊക്കൊക്കെ കൊത്തി പൊരിച്ച് കളഞ്ഞ് പുതിയ കൊക്കും പുതിയ തൂവലൊക്കെ വന്ന് വീണ്ടും ആയുസ്സോടെ ചുരുക്കോടെ പോകുന്നതിനെക്കുറിച്ച്. അപ്പോൾ വചനം ഇതാണ്, ജോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 25-26. അപ്പോൾ അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ, യൗവനോന്മേഷത്തിൻ്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും. ഈ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ, യൗവനോന്മേഷത്തിൻ്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. വീണ്ടും വീണ്ടും ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച് ചുളിവ് വീഴൽ, ഗ്ലേസിങ് ഇല്ലായ്മ, ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള പൈസ മുഴുവൻ കൊടുത്തിട്ടും ഒരു തൃപ്തിയും വരുന്നില്ല, കറുപ്പിച്ചും വെളുപ്പിച്ചും മടുത്ത അവസ്ഥകൾ, അതുപോലെ ഒന്നിനൊരു പ്രസരിപ്പില്ല, പ്രായമായി വയസ്സായി, നമ്മൾ എന്തിനു കൊള്ളാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ വചനം ഇന്നോട്ട് 2 വചനമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ജോബ് 33 25-26. അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ, യൗവനോന്മേഷത്തിൻ്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത വചനമാണ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചേരും, അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഓടിയാലും നടന്നാലും ദൈവം അവർക്ക് ഒരു പ്രസരിപ്പ് കിട്ടും. കാണുന്നവർ പറയും നല്ല ചുറുചുറുക്കാണല്ല, നല്ല ആക്റ്റീവാണല്ല, എന്താ അതിൻ്റെ രഹസ്യം എന്ന് പറയും. അതുകൊണ്ട് ഈ 2 വചനങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് അങ്ങ് വന്ന് നിറയട്ടെ. അവിടെ നിന്ന് പോസിറ്റീവ് സ്ട്രോക്സ് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരു മാസം ഒരു 33 പ്രാവശ്യം വെച്ച് ഒരു മാസം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കി, സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ മാറ്റം ഉണ്ടാകും. വാടിക്കൊഴിഞ്ഞിരിക്കുന്ന അവസ്ഥ തലച്ചോറിലേക്ക് കൊടുക്കുന്നത് എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളിലേക്ക് കൊടുക്കുന്നത് രക്ഷയില്ല, അല്ല നമ്മുടെ സമയം കഴിഞ്ഞ് വയസ്സായി രോഗിയായി എന്ന് പറഞ്ഞിരുന്ന അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഈ വചനം ഇന്നോട്ട് ഒന്ന് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ കമൻസുകൾ, ഷെയർ, ലൈക്ക് എല്ലാം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ചെയ്യാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.